നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ 75.27% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് LDFും കണക്കുകൂട്ടുന്നു. സ്വാധീന മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച PV അൻവർ മണ്ഡലത്തിൽ തനിക്കുള്ള പിന്തുണ തെളിയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് പൂർത്തിയായ ശേഷവും കൂട്ടിയും കിഴിച്ചും വിജയസമവാക്യം തയ്യാറാക്കുകയാണ് മണ്ഡലത്തിലെ നേതാക്കൾ. 2021 തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തോളം എത്തിയില്ല എങ്കിലും മണ്ഡലത്തിൽ ഇത്തവണ മികച്ച പോളിംഗ് നടന്നു. മഴയെ അവഗണിച്ചും വോട്ടർമാർ ബൂത്തുകളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മൂത്തേടം, വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ കൂറ്റൻ ലീഡും നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ മോശമില്ലാത്ത ലീഡുമാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും LDF വിജയത്തിന് കരുത്തുപകർന്നത് അമരമ്പലം, കരുളായി പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയുമാണ്. ഇവിടെ സമാന മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു പഞ്ചായത്തുകളിൽ UDF വോട്ടിലെ ചോർച്ചയിലും LDF പ്രതീക്ഷയർപ്പിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ 8500 വോട്ട് എന്നതിൽ നിന്നും ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം വഴിക്കടവ്, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ UDFന്റെയും അമരമ്പലം, കരുളായി, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ LDFന്റെയും വോട്ടുകൾ ചോർത്താനായെന്ന കണക്കുകൂട്ടലിലാണ് PV അൻവർ. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ UDF പ്രതീക്ഷയർപ്പിക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ ജയമുറപ്പാണെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. PV അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ തന്നെയാവും 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മുന്നണികളുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. VS അനന്തു, ദൂരദർശൻ ന്യൂസ്, നിലമ്പൂർ.